ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കൊറിയ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണ് ഉത്തര കൊറിയ. ഏക പാർട്ടി ഭരണം നിലനിൽക്കുന്ന ഉത്തര കൊറിയയെ പാശ്ചാത്യ രാജ്യങ്ങൾ സർവാധിപത്യ രാജ്യമെന്നാണ് വിലയിരുത്തുന്നത്. കൊറിയ ഉപദ്വീപിന്റെ വടക്കു ഭാഗമാണ് ഈ രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം. ഏകാധിപത്യ സ്വഭാവം നിലനിൽക്കുന്ന ഉത്തര കൊറിയയിൽ ഐക്യരാഷ്ട്രസഭയുടെ ചില ഉപരോധങ്ങൾ ബാധിക്കപ്പെടാത്ത ചുരുക്കം ചില വരുമാന സ്രോതസ്സുകളിൽ ഒന്നാണ് ടൂറിസം. രാജ്യത്തിന്റെ ടൂറിസം മേഖല കരുത്തു തെളിയിക്കുന്ന വാർത്തകളാണ് ഉത്തര കൊറിയയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. ഉത്തര കൊറിയയുടെ കിഴക്കൻ തീരത്ത് 20,000-ഓളം സന്ദർശകരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വോൺസാൻ കാൽമ തീരദേശ വിനോദസഞ്ചാര മേഖല ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുകയാണ്. തീരദേശ വിനോദസഞ്ചാര മേഖലയിലേക്കുള്ള യാത്രക്കാർക്ക് ഉയർന്ന നിലവാരത്തിലുള്ള സൗകര്യം ഉറപ്പാക്കുന്നതിനാണ് ഇത്. കൽമ ബീച്ച് റിസോർട്ട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് അടുത്തായതിനാൽ വിദേശ കറൻസി ആകർഷിക്കുക എന്നതും പദ്ധതിയുടെ മറ്റൊരു ലക്ഷ്യമാണ്. രാജ്യത്തെ ഔദ്യോഗിക വാർത്താ ഏജൻസി KCNA റിപ്പോർട്ട് പ്രകാരം വാട്ടർ പാർക്കുകൾ, ബഹുനില ഹോട്ടലുകൾ, സിനിമ, ബിയർ പബ്ബുകൾ, ഏകദേശം 20,000 അതിഥികൾക്ക് താമസ സൗകര്യം എന്നിവ റിസോർട്ടിൽ ഉൾപ്പെടുന്നു. ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കിം ജോങ് ഉൻ മുന്നോട്ട് വെച്ച പ്രധാന പദ്ധതിയാണിത്. രാജ്യത്ത് കൂടുതൽ വിനോദസഞ്ചാര മേഖലകൾ നിർമ്മിക്കുമെന്ന് വിനോദസഞ്ചാര മേഖലയുടെ ഉദ്ഘാടന ചടങ്ങിൽ കിം ജോങ് ഉൻ പറഞ്ഞതായി KCNA വാർത്താ ഏജൻസി അറിയിച്ചു. തദ്ദേശവാസികളുടെ അവധിക്കാല കേന്ദ്രമായ വോൺസാൻ കടൽ തീരം ഉത്തര കൊറിയ പുനർനിർമ്മിച്ചു വരികയാണ്. 2014-ലാണ് പദ്ധതിക്ക് തുടക്കമിടുന്നത്. ജൂലൈ 1 മുതൽ ആഭ്യന്തര അതിഥികൾക്കായി മേഖല തുറക്കുമെന്നും KCNA പറഞ്ഞു. എന്നാൽ ആർക്കൊക്കെയാകും പ്രവേശനം എന്ന കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയിട്ടില്ല. കിങ്ങിന്റെ സ്വേച്ഛാധിപത്യ ഭരണത്തിന് കീഴിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഉത്തര കൊറിയ റഷ്യയുമായി അടുത്ത സൗഹൃദം കാത്തുസൂക്ഷിക്കുന്നുണ്ട്. അതിന്റെ തെളിവായിരുന്നു ഉദ്ഘാടന വേളയിലെ റഷ്യൻ അംബാസഡറുടെ സാന്നിധ്യം. ചരിത്രപരമായി പ്രാധാന്യമുള്ള തുറമുഖ നഗരമാണ് വോൺസാനെ. സാമ്പത്തിക വിനോദ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാക്കി മാറ്റാനുള്ള പദ്ധതികൾ 2013-ലാണ് ആദ്യമായി കിം ജോങ് ഉൻ പ്രഖ്യാപിച്ചത്. ഉത്തര കൊറിയയുടെ ആണവ മിസൈൽ പദ്ധതികളെ ലക്ഷ്യമിട്ടുള്ള പകർച്ചവ്യാധിയും അന്താരാഷ്ട്ര ഉപരോധങ്ങളും കാരണം പദ്ധതി പലതവണ വൈകിയിരുന്നു. 2024-ൽ UN മനുഷ്യാവകാശ മേധാവി വോൾക്കർ ടക്സ് കിമ്മിന്റെ ഭരണത്തിന് കീഴിലുള്ള ഉത്തര കൊറിയയെ ശ്വാസം മുട്ടിക്കുന്നതും ക്ലസ്ട്രോഫോബിക് അന്തരീക്ഷവും ജീവിതം പ്രതീക്ഷയില്ലാത്ത ദൈനംദിന പോരാട്ടവുമാണെന്ന് വിശേഷിപ്പിച്ചിരുന്നു. കഴിഞ്ഞ വർഷം റഷ്യൻ വിനോദസഞ്ചാരികളുടെ ചെറിയ സംഘങ്ങൾ 3 ദിവസത്തെ ഉത്തര കൊറിയ സന്ദർശനം നടത്തിയിരുന്നു. 2013 ഡിസംബറിൽ തുറന്നതു മുതൽ വളരെ കാലമായി വിനോദസഞ്ചാരികളുടെ ആകർഷണമായി നിലനിൽക്കുന്ന മസ്കിരിയോങ് റിസോർട്ട് ഇവിടെയുമുണ്ട്. ഉത്തര കൊറിയയിലെ എല്ലാ വിനോദസഞ്ചാര അനുഭവങ്ങളെ പോലെ ഇവയെയും സർക്കാർ കർശനമായി നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തിരുന്നു. എന്ത് ഫോട്ടോ എടുക്കാം, എന്ത് ഫോട്ടോ എടുക്കരുത് എന്നതിനെ കുറിച്ച് കർശനമായ നിയമങ്ങളും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കോവിഡ് പാൻഡമിക്കിന്റെ അവസാനം മുതൽ അന്താരാഷ്ട്ര ടൂറിസം പ്രധാനമായും റഷ്യൻ പൗരന്മാർക്ക് തുറന്നിട്ടിരിക്കുന്നതും ആഭ്യന്തര യാത്ര വളരെയധികം നിയന്ത്രിതവുമായ ഒരു രാജ്യത്ത് പുതിയ വികസനം, പ്രേക്ഷകർ, സാമ്പത്തിക സാധ്യത എന്നിവയെക്കുറിച്ച് നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. 2020-ന് ശേഷം റഷ്യയും ഉത്തര കൊറിയയും തമ്മിൽ ട്രെയിൻ സർവീസുകളും ആരംഭിച്ചിരുന്നു. മോസ്കോയിൽ നിന്ന് സിയോളിലേക്കുള്ള പാസഞ്ചർ ട്രെയിൻ സർവീസ് പുനരാരംഭിച്ചുകൊണ്ട് ടൂറിസം മേഖലാ സഹകരണം വിപുലീകരിക്കുക എന്നതായിരുന്നു ഇരു രാജ്യങ്ങളുടെയും ലക്ഷ്യം. 2024 അവസാനത്തോടെ ഏകദേശം 880 റഷ്യൻ വിനോദസഞ്ചാരികളും ഉത്തര കൊറിയ സന്ദർശിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ലോകത്തിലെ ഏറ്റവും നിഗൂഢവും സ്വേച്ഛാധിപത്യ സ്വഭാവമുള്ള രാജ്യങ്ങളിലൊന്നാണ് ഉത്തര കൊറിയ. അന്താരാഷ്ട്ര ടൂറിസത്തിൽ കൂടുതൽ എന്തൊക്കെ വിശാലമായ സാധ്യതകളാണ് ഉത്തര കൊറിയ നടത്തുന്നതെന്നും എന്താണ് ഇതിനൊക്കെ തയ്യാറാകുന്നതെന്നും ഇനി അറിയേണ്ടതാണ്. ന്യൂസ് ഡെസ്ക് നഗരം ഓൺലൈൻ.